ബലാത്സംഗ പരാതിയിൽ ഇന്ന് പുലർച്ചെയോടെ പോലീസ് അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പാലക്കാട് നിന്ന് പത്തനംതിട്ട എയർ ക്യാമ്പിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വെളുപ്പിനെ തന്നെ പത്തനംതിട്ടയിൽ എത്തിച്ചു. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ക്രൂരമായി ബലാത്സംഗം ചെയ്തതെന്നാണ് പുതിയ പരാതിയിൽ യുവതി പറയുന്നത്. പുതിയ പരാതി കൂടി എത്തിയതോടെ രാഹുലിനെതിരെ 3 ബലാത്സംഗ കേസുകളാണ് നിലവിലുള്ളത്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങിത്തരണമെന്നും സാമ്പത്തികമായി ചൂഷണം ചെയ്തതെന്നും പരാതിയിൽ പറയുന്നു. തിരുവല്ലയിൽ വെച്ചാണ് രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്തതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. പുലർച്ചെയോടെ പോലീസ് നടത്തിയ നിർണായക നീക്കത്തിലൂടെയാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. താമസിക്കുന്ന ഹോട്ടലിലെത്തിയ പോലീസ് സംഘം ഹോട്ടലിന്റെ റിസപ്ഷനിലുള്ളവരുടെ ഫോൺ ആദ്യം പിടിച്ചെടുത്തു. അതിനുശേഷം മുറിയിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തി. തുടർന്ന് 12:15 മുറിയിലെത്തി 12:30 കസ്റ്റഡി നടപടി പൂർത്തിയാക്കുകയും ചെയ്തു. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് മാങ്കൂട്ടം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതെന്ന് അതിജീവിതയുടെ പരാതിയിൽ പറയുന്നു. പ്രണയബന്ധത്തിന് ശേഷം വിവാഹബന്ധം വേർപെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. രാഹുൽ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നും യുവതി അന്വേഷണ സംഘത്തോട് നൽകിയ മൊഴിയിൽ പറയുന്നു. യുവതി ഗർഭിണിയായ ശേഷം DNA പരിശോധനയ്ക്ക് ഒരുങ്ങി. ഇതിനുവേണ്ടി രാഹുലിനോട് സാമ്പിൾ ആവശ്യപ്പെട്ടു. എന്നാൽ DNA പരിശോധനയ്ക്ക് ഇയാൾ സഹകരിച്ചില്ല. ഇതിനുള്ള വ്യക്തമായ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നാണ് പരാതിക്കാരി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. തന്നെ വിട്ടുപോകാതിരിക്കാൻ ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു. വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ പറഞ്ഞു. നേരിൽ കാണണമെന്ന് രാഹുൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. റെസ്റ്റോറൻറ്റിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ MLA ആയതിനാൽ പൊതു ഇടത്തിൽ കാണാനാകില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് അവിടെ റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞു. മുറിയിലെത്തിയതിനു ശേഷം ഒരു വാക്കുപോലും പറയുന്നതിന് മുമ്പ് കടന്നാക്രമിച്ചു. അന്ന് ക്രൂരമായ ലൈംഗിക ആക്രമണമാണ് നേരിട്ടത്. പിന്നീട് തന്റെ മുഖത്തടിച്ചതിന് ശേഷം തുപ്പുകയും പലയിടത്തും മുറിവുണ്ടാക്കുകയും ചെയ്തു. ഓവുലേഷൻ ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ പിന്നീട് ഏർപ്പെട്ടു. വീണ്ടും വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോയില്ല. താൻ ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ അസഭ്യം പറയുകയാണ് ചെയ്തത്. മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇതേ തുടർന്നാണ് DNA പരിശോധനയ്ക്ക് പോയത്. ഇതിനുശേഷം രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഗർഭഛിദ്രത്തിനുള്ള കടുത്ത സമ്മർദ്ദമുണ്ടായി. അപമാനവും ഭീഷണികളും തുടർന്നു. ഇതോടെ താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായെന്നാണ് യുവതിയുടെ മൊഴിയിൽ പറയുന്നത്. ഗർഭം അലസിയ വിവരം അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ രാഹുൽ തന്നെ ഫോണിലും ഇമെയിലിലും ബ്ലോക്ക് ചെയ്തുവെന്ന് യുവതി പറയുന്നു. തുടർന്ന് രാഹുലിന്റെ സുഹൃത്തും സഹായിയുമായ ഫെനി നയനാനെയാണ് ഈ വിവരം അറിയിച്ചത്. ഈ സംഭവങ്ങൾ തന്നെ കടുത്ത ശാരീരിക മാനസിക തളർച്ചയിലാക്കിയെന്നും അവർ പറയുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും അറിയാത്ത ഭാവത്തിൽ രാഹുൽ വീണ്ടും ബന്ധപ്പെട്ടു. ഒരുമിച്ച് ജീവിക്കാമെന്നും പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി വിവാഹം കഴിച്ച് അവിടെ താമസിക്കാമെന്നും വാഗ്ദാനം നൽകി വീണ്ടും വൈകാരികമായി തളയ്ക്കാൻ ശ്രമിച്ചു. ഫ്ളാറ്റ് വാങ്ങാനായി ബിൽടെക് ഗ്രൂപ്പിനെ സമീപിച്ചെങ്കിലും അത് നടന്നില്ല. എന്നാൽ പലപ്പോഴായി രാഹുൽ തന്നിൽ നിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റി. വില കൂടിയ വാച്ചുകൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, എന്തിനേറെ ജെട്ടി വരെ താൻ വാങ്ങി നൽകിയതായും പരാതിയിൽ പറയുന്നു. രാഹുലിനെതിരെ മറ്റ് ലൈംഗിക അതിക്രമങ്ങൾ നടന്ന പരാതികൾ ഉയർന്നതോടെയാണ് തൻ്റെ അനുഭവങ്ങളിലും സത്യമുണ്ടെന്ന് യുവതി തിരിച്ചറിഞ്ഞത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പായതോടെ രാഹുൽ തന്നെയും തൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അപായപ്പെടുത്തുമെന്ന ഭീഷണി നിലനിൽക്കുന്നതായും യുവതിയുടെ മൊഴിയിൽ പറയുന്നു.